നമസ്കാരം. കോവിഡ് വാക്സിനേഷൻ എടുത്തവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ വാട്സപ്പിൽ സിമ്പിളായി ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ PDF ആയിട്ട് കിട്ടും. അതെങ്ങനെ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മൊബൈലിൽ വാട്സപ്പിൽ കിട്ടുന്നതിന് വേണ്ടി ഈ കാണുന്ന നമ്പർ 9013151515 എന്നുള്ള ഈ നമ്പർ ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ വാക്സിൻ എന്ന പേരിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തേക്കുക. എന്ത് പേരിൽ സേവ് ചെയ്താലും മതി. ഞാനിവിടെ വാക്സിൻ എന്നാണ് സേവ് വെച്ചത്. നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ സേവ് ചെയ്ത ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഈ വാക്സിൻ എന്നുള്ളത് നമ്മൾ സേവ് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഡൗൺലോഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്ന് ടെക്സ്റ്റായിട്ട് ഇതിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. ഡൗൺലോഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് റിപ്ലൈ ആയിട്ട് ഓട്ടോമാറ്റിക് റിപ്ലൈ ആയിട്ട് നമുക്ക് ഉടൻ ലഭിക്കും. ക്രിയേറ്റിംഗ് ആൻ OTP ഫോർ ദ നമ്പർ എന്ന് പറയുന്ന നമ്മുടെ നമ്പർ ഒരു OTP നമുക്ക് ലഭിക്കും. ഒരു 6 ഡിജിറ്റ് OTP 30 സെക്കൻഡിനുള്ളിൽ ആ OTP നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഭിച്ച OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ OTP ഇതിലേക്ക് സെൻഡ് ചെയ്യാം. OTP സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു മെസ്സേജ് കിട്ടും. നമ്മുടെ ഈ ഒരു നമ്പറിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ പേരുണ്ടാവും. അപ്പോൾ 2 ആളാണ് ഞാൻ ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ 2 എന്നുള്ള ഓർഡറിലാണ് എൻ്റെ പേരുള്ളത്. ഞാനവിടെ 2 എന്ന് ടൈപ്പ് ചെയ്തു. മെസ്സേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ 2 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ 4 വരെ വരും. അപ്പോൾ 2 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് മെസ്സേജ് വന്നു, ഹിയർ ഈസ് യുവർ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമുക്കിവിടെ എൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ഇതിൽ മെനു എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മെനുക്കും കൂടി ജസ്റ്റ് ഒന്ന് പോകുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെനുവിലുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിന് മുന്നേ ഞാനിവിടെ മെനു എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് മെനു എന്ന് ടൈപ്പ് ചെയ്താൽ ഇവരുടെ ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും. എന്തൊക്കെ മെനു ആണുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എന്നുള്ള ഒരു വലിയ മെസ്സേജ് ലഭിച്ചു, കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ 8 കാര്യങ്ങളുണ്ട്. ഇതിൽ 1 എന്ന് ടൈപ്പ് ചെയ്താൽ ആ 1മായി ബന്ധപ്പെട്ട വാട്ട് ഡു യു ഹാവ്, സിംറ്റംസ് ഓഫ് കോവിഡിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, വാക്സിനേഷൻ സെൻറ്റർ, മറ്റു കാര്യങ്ങളൊക്കെ 2ലാണ്. പിന്നെ കോവിഡുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ 3 ആണ്. പിന്നെ 4ാമത്തെ പ്രൊഫഷണൽ ആക്ടിവിറ്റി അഡ്വൈസ്, വേസ് ടു ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റി ആക്കാനുള്ള മാർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഞാൻ ജസ്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ടുള്ളത് വന്നു. കോവിഡ് വാക്സിനേഷൻ സെൻറ്റർ, രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ, വാക്സിനേഷൻ ഒതൻറ്റിക് ഇൻഫർമേഷൻ, പിന്നെ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഇതിന് സെലക്ട് ചെയ്യുക. ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇത് നമ്മുടെ വാട്സപ്പിൽ ഇവിടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാട്സപ്പിൽ നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.